ഈ വരുന്ന ഇലക്ഷന് മുന്നോടിയായിട്ട് കേരളത്തിലെ ഒരു സ്ഥാനാർത്ഥിക്ക് ഓസ്കോർ അവാർഡ് കിട്ടാനുള്ള എല്ലാ വക ചാൻസും ഉണ്ട്. കാരണം അതുപോലുള്ള ഭാവ അഭിനയമാണ് അത് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അഭിനയത്തിൻ്റെ തുടക്കത്തിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പങ്കെടുത്ത പരിപാടിയിൽ നിന്നും ആ ശ്രീലേഖ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് പ്രസംഗത്തിൽ. ആ ശ്രീലേഖയുടെ പേര് പരാമർശിക്കാത്തതിനാലാണ് പ്രതിഷേധം. രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മാത്രമാണ് പരാമർശിച്ചത്. പുറത്തിറങ്ങിയ ആ ശ്രീലേഖയെ നേതാക്കൾ ഇടപെട്ട് അന്വയിപ്പിച്ചു. തുടർന്ന് പരിപാടിയിൽ പങ്കെടുത്ത ശേഷമാണ് അവർ മടങ്ങിയത്. ഇനിയാണ് ഭാവ അഭിനയത്തിലേക്ക് കടക്കാൻ പോകുന്നത്. വട്ടിയൂർക്കാവ് മണ്ഡലവുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടി. താങ്കളുടെ പേര് വിളിക്കാത്തതുകൊണ്ട് താങ്കൾ സ്റ്റേജിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞാനൊന്നും കണ്ടില്ല. ആര് പറഞ്ഞത്? BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ. ആര് പറഞ്ഞു? അല്ല, ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. മസ്കറ്റ് ഹോട്ടലിൽ നടന്ന പരിപാടിക്ക് സത്യം പറഞ്ഞ എനിക്കിന് സമയമില്ല. ഇത് ആരാ ഈ വാർത്ത പറഞ്ഞു? ഞാൻ കണ്ടില്ല ഒന്നും. മോദിയുടെ പാർട്ടിക്കാരിയല്ലേ നുണ പറയാൻ നേരത്തെ തന്നെ പഠിച്ചു വെച്ചു. ഇതാണ് പറയുന്നത് ചാണകം ചാരിയാൽ ചാണകം മണക്കുമെന്ന്. എൻ്റെ പൊന്നാരമ്മച്ചി, ഓർമ്മശക്തിക്ക് വലിയ രാസാനന്ദ പൊടി, അങ്ങനെ ഒരു പൊടി നല്ലതാണ് കേട്ടാ. ഇനിയാണ് ഭാവ അഭിനയത്തിലേക്ക് കടക്കാൻ പോകുന്നത്. എനിക്ക് ഉണ്ടായിട്ടില്ല. മാഡത്തിന്റെ വീഡിയോയിൽ കൃത്യമായ ശബ്ദമുണ്ട്. ആയിക്കോട്ടെ, നാണമില്ലേ ഒളിച്ചിരുന്ന ഒരു സഹോദരൻ കൂടെ സംസാരിക്കുന്ന ദൃശ്യങ്ങൾ എടുക്കാൻ. എനിക്ക് പത്രക്കാരെ കുറിച്ച് വളരെയധികം മോശം അഭിപ്രായമേ ഉള്ളൂ. ഇപ്പൊ ജഡ്ഡിയിൽ തൂറിയ പോലെയായി മുൻ IPS-കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ. നാറാൻ തുടങ്ങിയപ്പോൾ പത്രക്കാർ മോശക്കാരും ആയി. അപ്പോൾ ഇതാണ് BJP-ക്കാർ നിർത്തിയ സ്ഥാനാർത്ഥിക്കാരുടെയൊക്കെ അവസ്ഥ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഹിന്ദുവായാലും മുസ്ലിമായാലും ക്രിസ്ത്യനായാലും ആരായാലും പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ചാണകത്തിൽ ചവിട്ടാതെ നോക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് കേട്ടോ. എന്താ അഭിനയല്ലേ, വല്ലാത്ത അഭിനയല്ലേ. കണ്ടില്ലേ നിങ്ങൾ? ശിവാജി ഗണേശൻ തോറ്റുപോകും. ഒരു IPS-കാരെ വിളിച്ചുകൊണ്ട് വന്ന് കോമാളിയാക്കാൻ അത് BJP-ക്കാർക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് തെളിയിക്കുന്നതാണ് ഈ ഇലക്ഷൻ.